ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതായത് ഈ കഴിഞ്ഞ ഏപ്രിൽ 27-ാം തീയതി തിരുവനന്തപുരം പാളയത്ത് സാഫല്യം കോംപ്ലക്സിന് മുമ്പിലൊരു സംഭവം നടന്നില്ലേ? രാത്രി ഒരു 10 മണിയായ സമയത്ത് ഒരു KSRTC ബസ് തടഞ്ഞ സംഭവം. തൃശ്ശൂരിൽ നിന്ന് ഓടിച്ചു വന്നൊരു ബസ് അവിടുത്തെ മേയറും ഭർത്താവും കൂടി തടഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മിക്കവാറും എല്ലാവരും മറന്നത്, പക്ഷെ ഞാൻ മറന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഒരു കാര്യമില്ലാണ്ട് ആ തൃശ്ശൂരിൽ നിന്ന് അത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്ന ആ മനുഷ്യനെ മേയറും അവരുടെ ഭർത്താവും കൂടി അന്ന് തടഞ്ഞ്, അവരുടെ സഹോദരനും ഭാര്യയും പിന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. ആ ബസ്സിൻ്റെ പുറകെ വന്ന് ഒരു കാര്യമില്ലാണ്ട് അത് തടഞ്ഞിട്ട് ഷോ കാണിച്ചത് നമ്മളെല്ലാവരും കണ്ടു. അവൾ കുടിച്ച് കൂത്താടി വന്നിട്ടാണ് ആ പ്രഹസനമൊക്കെ അവിടെ കാണിച്ചത്. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കാര്യമില്ല, ഒരു കാരണമില്ല. വെറുതെ വന്നിട്ട് ആ പാവം ഡ്രൈവറെ തടഞ്ഞിട്ട് എന്തൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു. നീ എന്നെ അറിയോ? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? അന്ന് വേണ്ട, അയാളുടെ തള്ളക്കും ഒക്കെ വിളിച്ച് അങ്ങനെയൊക്കെ കാണിച്ച് നമ്മൾ കണ്ടു. എന്നിട്ട് അന്ന് ആ ഡ്രൈവർ കൊടുത്ത പരാതിയിൽ ഒരന്വേഷണം ഉണ്ടായില്ല. ആര്യ കൊടുത്ത പരാതിയുടെ പുറത്ത് അയാളുടെ പേരിൽ ഇല്ലാത്ത കള്ളക്കേസുകളൊക്കെ ഉണ്ടായി ആ കൻ്റോൺമെൻറ്റ് പോലീസുകാർ. പിന്നെയും ഈ ആളുകളൊക്കെ ഒന്ന് ഉണർന്ന് പ്രതിഷേധിച്ചപ്പോഴാണ് പിന്നെ എത് കൊടുത്ത പരാതിയുടെ പേരിൽ മേയറുടെ പേർക്ക് കേസെടുത്തത്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തതെന്നൊക്കെയാണ് അറിഞ്ഞത്. എന്നിട്ടും അവരിപ്പോൾ സുഖമായിട്ട് അർമാദിച്ച് സുഖിച്ച് തിന്ന് കുടിച്ച് ജീവിച്ച് നടക്കുന്നു. ആ പാവം ഡ്രൈവറുടെ അവസ്ഥ എന്താണ്? അത് ആരെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? അയാളുടെ അവസ്ഥ എന്താണ്? അയാൾ 5 മാസം കഴിഞ്ഞു പട്ടിണിയിലാണ്, ജീവിക്കാൻ നിവർത്തിയില്ലാതെ നടക്കുന്നു. അയാൾക്കൊരു മകനുണ്ട്, സുഖമില്ലാത്തൊരു കുട്ടിയാണെന്നാണ് പറയണത്. പ്രായമായ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവരൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകണം? അവരുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണം? ഇത് വല്ലതും ആരെങ്കിലും അറിയുന്നുണ്ടോ? അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല, മറന്നു. എല്ലാവരും മറന്നു. മലയാളികളെന്ന് പറയുന്ന നമ്മളെല്ലാവരും മറന്നു. ആ പ്രതികളായ മേയറേയും ഭർത്താവിനെയും അവരുടെ കുടുംബത്തെയൊക്കെ സംരക്ഷിക്കണത് വേറെ ആരുമില്ല. ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ട്, പിണറായി വിജയൻ. അയാളും അയാളുടെ പാർട്ടിക്കാരും ഒക്കെയാണ്. ആ മന്ത്രി ഉണ്ടല്ലോ, KB ഗണേഷ് കുമാർ, അയാൾക്കും അറിയാം ഈ യദുവിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള അയാൾക്കും അറിയാം. തെറ്റ് ചെയ്തത് ആര്യം അവരുടെ ഭർത്താവാണെന്നുള്ളത് അയാൾക്കും നന്നായിട്ട് അറിയാം. ഈ പാർട്ടിക്കാർക്കും ഈ പിണറായി വിജയനും ഒക്കെ എല്ലാവർക്കും അറിയാം തെറ്റ് ചെയ്തത് ആ ആര്യം ഭർത്താവാണ്. എന്നിട്ടും അവരെങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്, അവരെങ്ങനെ അർമാദിച്ച് സൂചിക്കാൻ വിട്ടുകൊണ്ട് ആ പാവം യദുവിന് കൂലിയില്ല, വേലയില്ല, ഒന്നുമില്ലാണ്ട് അയാളിങ്ങനെ നരയിക്കുകയാണ് കിടന്നുകൊണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ കേരളത്തിലുണ്ടാവണം. ഈ മലയാളികളായ ആളുകൾ അതിലെല്ലാം ഒപ്പം നിന്ന് സഹകരിച്ചൊക്കെ പോണവരാണ്. ഈ ഒരു കേസിൽ മാത്രം എന്താണ് ഈ മലയാളിക്ക് പറ്റിയത്? ഈ ചെറുപ്പക്കാരൻ, ഒരു തെറ്റും ചെയ്യാത്ത ഈ ചെറുപ്പക്കാരന് നീതി കിട്ടാത്തത് എന്താണ്? നമ്മൾ എവിടെ നിൽക്കുന്നു? പ്രബുദ്ധരായ മലയാളികൾ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു? ഈ ചെറുപ്പക്കാരനെ എല്ലാവരും മറന്നുപോയില്ലേ? ആ ചെറുപ്പക്കാരൻ്റെ പ്രശ്നങ്ങൾ മറന്നുപോയില്ലേ? ഈ കഴിഞ്ഞ ഓണത്തിന് ആ മേയറും ഭർത്താവും ഒക്കെ നല്ലോണം മൃഷ്ടാന്ന ഭോജന സദ്യയൊക്കെ കഴിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ അതൊന്നുമില്ലാണ്ട് പട്ടിണിയല്ലായിരുന്നു. അത് ആരെങ്കിലും അറിഞ്ഞാവുന്നു? ഇല്ല. ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ അങ്ങനെ. ഇവരാണെങ്കിലോ തിന്ന് കുടിച്ച് അർമാദിച്ച് പിന്നെയും പാവങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാനായിട്ട് ഇങ്ങനെ നടക്കാം. പാവങ്ങളുടെ സർക്കാർ എന്നാണ് പറയുന്നത്. എന്നിട്ടാ പാവങ്ങൾക്ക് എന്തെങ്കിലും നീതി കിട്ടണുണ്ടോ? എന്തെങ്കിലും നീതി കിട്ടണുണ്ടോ പാവങ്ങൾക്ക്? പാവപ്പെട്ട ആളുകളുടെ നെഞ്ചത്തോട്ട് കയറാനല്ലേ ഇവർക്ക് വെമ്പൽ കൂടുതൽ, അല്ലേ? ഈ യദുവിൻ്റെ സ്ഥാനത്ത് ഒരു പണക്കാരനായിരുന്നു ആളെന്ന് വയ്ക്കുക, ഇവർ തൊടൂല്ല. പണക്കാരെ ഇവർ തൊടൂല്ല, കാരണം അവർക്ക് പേടിയാണ്. പാവങ്ങളാകുമ്പോൾ അവരെ പിടിച്ചിട്ട്
ഉപദ്രവിക്കാം, അവരെന്ത് വേണമെങ്കിലും ചെയ്യാം, ചോദിക്കാൻ ആരുമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ആ പയ്യന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ചെറു വിരലെങ്കിലും അനക്കിയിരുന്നെങ്കിൽ ഇന്ന് ആ പയ്യന് അവസ്ഥ ഉണ്ടാവുമായിരുന്നു? ഇല്ല. കേസൊക്കെ നടക്കേണ്ടതെന്ന് പറയുന്നുണ്ട് കോടതിയിലൊക്കെ. അതിൻ്റെ ഒന്നും ഒരു അറിവും വിവരവും ഒന്നുമില്ല. എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ല. കേസുണ്ടോ, അത് വെറുതെ പറഞ്ഞതാണോ, എന്താണെന്നുള്ള ഒരു അറിവില്ല. എന്തായാലും ആ പയ്യൻ്റെ കാര്യത്തിൽ വളരെ കഷ്ടമായി ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഒരു പരാജയമാണത്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഈ പിണറായി വിജയനൊക്കെ വിചാരിച്ച നിഷ്പ്രയാസം ആ പയ്യന് ജോലി കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ പയ്യൻ്റെ ആ ഉണ്ടായിരുന്ന ജോലി തിരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്യണില്ല. അത് ചെയ്യാണ്ട് ആ മനുഷ്യനെ എന്തുമാത്രം ദ്രോഹിക്കാൻ പറ്റും അതൊക്കെ ചെയ്യണം. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൻ്റെ മുമ്പിൽ നിന്ന് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചത് അവൾ കണ്ടെന്നൊക്കെ പറയണം. എന്താ ആംഗ്യമാണ് ഈ ഡ്രൈവർ കാണിച്ചതെന്നുള്ളത് അവൾ പറയണില്ല. അശ്ലീലാംഗ്യം. അവളുടെ കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ന്യായങ്ങൾ കള്ളങ്ങൾ അവളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരാണ്. 5 മാസം കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ ഈ ദുരവസ്ഥയിലായിട്ട്, അതും ഒരു ദുരന്തം തന്നെയാണ്. ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ ദുരന്തം എന്ന് പറയുന്നത് ആ മേയർ തന്നെയാണ്. ആ വഴിയെ പോയ ദുരന്തം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ആ വഴിയെ പോയ ദുരന്തം ആ ചെറുപ്പക്കാരൻ്റെ മേലോട്ട് കയറിയതാണ്. അപ്പോൾ അതിനിവിടെ ചോദിക്കാനോ പറയാനോ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. പിണറായി ഒന്നും ഓർത്തു. ഇതെല്ലാ കാലം ഇങ്ങനെ നിൽക്കുമൊന്നുമില്ല. ഈ പാവങ്ങളെ ദ്രോഹിക്കൽ എല്ലാ കാലം ഇങ്ങനെ കൊണ്ട് നടക്കാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇനിയും വരുമല്ലോ തിരഞ്ഞെടുപ്പുകളൊക്കെ, ഇനിയും വരണുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നിയമസഭ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് ഞാനൊന്നും വോട്ട് ചെയ്യൂല, അതൊക്കെ ഉറപ്പാണ് കേട്ടോ. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെയൊക്കെ വെറുത്ത് നടക്കുന്ന ആളാണ്. ഈ പാർട്ടീനെ ഒരു പാർട്ടീനെ എനിക്ക് ഇഷ്ടമല്ലാത്ത ആളാണ്. അതുകൊണ്ട് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെന്നല്ല ഒരു പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യണമില്ല, ഒന്നുമില്ല. അത്രമാത്രം എനിക്ക് വെറുപ്പായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു. പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അവർ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല. അവർ എന്തെന്നാണ് ചെയ്യണത്? ഈ പാവങ്ങളെ ദ്രോഹിക്കുന്നതല്ലാണ്ട് ഇവരെന്താണ് ഈ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണത്? ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അല്ലേ? എല്ലാവർക്കും അറിയാം. ഞാനായിട്ട് ഇനിയിപ്പോൾ ഓരോന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എല്ലാ മനുഷ്യർക്കും അറിയാം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഈ ഇവിടെ നിന്ന്. ജനങ്ങളെ എന്തുമാത്രം നരകിപ്പിച്ച് കഷ്ടപ്പെടുത്താമോ അതാണ് ഇപ്പം ഇവിടെ ഈ പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ പാവം ഡ്രൈവർ, അയാൾ വണ്ടി അത്രയും ദൂരത്തുനിന്ന് ഓടിച്ച് വന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് അത് ഡിപ്പോയിൽ കൊണ്ടിട്ട് അയാളുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങണം എന്ന് വിചാരിച്ച് അല്ലേ അവിടം വരെ, പാളയം വരെ എത്തിയ വണ്ടിയാണ്. പിന്നെ നിസ്സാര ദൂരമുള്ളൂ ഡിപ്പോയിലേക്ക് എത്താൻ. അപ്പോഴാണ് ഈ മേയറുടെ ഈ അഹങ്കാരം, ഈ തന്തയില്ലായ്മ, വെറും പട്ടിഷോയാണ് അവളവിടെ കാണിച്ചത്. ഈ തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ വിചാരിച്ചാൽ മതി അതൊക്കെ കൈകാര്യം ചെയ്യാൻ, അവളൊക്കെ ഒതുക്കാൻ. ഇതെന്താണ് ഈ ആൾക്കാർക്കും പേടിയാണോ? അവിടെയുള്ള ആൾക്കാർക്കും പേടിയാണോ ഈ മേയറെ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. പോലീസുകാരാ വെറും നേറികെട്ട പോലീസുകാർ. ഈ പിണറായിയുടെ അല്ലേ പോലീസുകാർ? നേറികെട്ട പോലീസുകാരാണ് ഇവരൊക്കെ. ഇവന്മാരൊക്കെ പാവപ്പെട്ട മനുഷ്യരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ പിന്നെ അവരുടെ പേരിൽ ഇല്ലാത്തതും ഇതുവരെ തെളിയിക്കാൻ പറ്റാത്തതും ഒക്കെ ആയ കേസൊക്കെ ആ പാവങ്ങളുടെ നെഞ്ചത്തോട്ട് വയ്ക്കും. എന്നിട്ട് അവരുടെ കൈക്കരുത്തും കാണിക്കും. ഇടിച്ച് ചതച്ച് ഉപദ്രവിച്ച് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത പോലെ അവസ്ഥയിലാക്കും. എത്ര പാവങ്ങൾ അങ്ങനെ ആക്കിയേക്കുന്നു ഈ പിണറായിയുടെ നേറികെട്ട പോലീസുകാർ. നേറികെട്ടവന്മാർ തന്നെയാണ് അവന്മാർ. ഇവന്മാർക്കൊന്നും ഈ കാക്കിയിട്ട് ഇങ്ങനെ നടക്കാനുള്ള ഒരു യോഗ്യതയില്ല അവന്മാർക്ക്. എന്തിനാണ് ഇവന്മാരൊക്കെ ഈ കാക്കിയിട്ട് ഈ രണ്ടും കാണിച്ച് നടക്കുന്നത്? ഈ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തോട്ട് വരാനാണ്. അവന്മാരും ഈ മേയറമ്മയ്ക്ക് സൈഡാണ്. ഇത് പിന്നെ സല്യൂട്ട് അടിച്ച് ഈ പ്രതികളായവർക്ക് സല്യൂട്ട് അടിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഈ പ്രബുദ്ധ കേരളത്തിൽ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനെന്തായാലും ആ പാവം ചെറുപ്പക്കാരനെ മറന്നിട്ടില്ല. അതും ഒരു വേദന തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പറയാനാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നത്. അപ്പോൾ ശരി സുഹൃത്തുക്കളെ.